നമസ്കാരം, സൈടെക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹാരാഷ്ട്രയിലുള്ള എല്ലോറ ഗുഹകളിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസ ക്ഷേത്രത്തെ പറ്റിയാണ്. ഈ ഒരു ക്ഷേത്രം അന്യഗ്രഹ ജീവികളാണ് നിർമ്മിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളോർക്കും ഇവരെന്താ ഭ്രാന്തുണ്ടോ എന്ന്. സ്വാഭാവികം. അതുകൊണ്ട് തന്നെ ഞാനിത് വാദിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. പക്ഷേ ഒരുറപ്പ് തരാം, ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുവാണെങ്കിൽ, ഒന്നുകൂടി പറയുന്നു, ഏകദേശം 10 മിനിറ്റോളമുള്ള വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കും, ഇത് മനുഷ്യനാണോ ഉണ്ടാക്കിയത്, മനുഷ്യനെ കൊണ്ട് ഇത് സാധ്യമാണോ, മനുഷ്യനാണോ ഉണ്ടാക്കിയതെങ്കിൽ എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ ഈ വീഡിയോയുടെ വിജയമാണ്. അതുതന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം, നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തെ പറ്റി. അതെത്ര വലുതായിരുന്നുവെന്നും അന്നുള്ള ആൾക്കാർക്ക് ഇന്നത്തെ ഏതൊരു സയന്റിസ്റ്റിനെക്കാളും എന്തോരം അറിവുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ നിലവിളിക്കുക. അപ്പോൾ അതേം തിരിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് നീങ്ങാം. ഇതാണ് എല്ലോറ ഗുഹകളിൽ സ്ഥിതി ചെയ്യുന്ന ലോകപ്രശസ്തമായ കൈലാസ ക്ഷേത്രം. നമുക്കൊന്ന് കീറി മുറിച്ച് പരിശോധിക്കാം. എനിക്കുറപ്പുണ്ട് ഈ വീഡിയോയുടെ അവസാനത്തോടു കൂടി നിങ്ങളും സമ്മതിക്കും, ഇത് സാധാരണ മനുഷ്യർക്കുണ്ടാക്കാൻ പറ്റിയ ഒന്നല്ല, വേറെന്തോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംസ്കാരത്തിൽപ്പെട്ട മനുഷ്യരാണ് ഇതുണ്ടാക്കിയതെന്ന്. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, സാധാരണ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിരുന്നത് കല്ലുകൾ മുകളിലേക്ക് അടുക്കി വെച്ച് അത് കൂട്ടി യോജിപ്പിച്ചാണ്. പക്ഷേ ഇതുണ്ടാക്കിയത് ഒരു കംപ്ലീറ്റ് ഒരു മല പൂർണ്ണമായിട്ടും തുരന്നെടുത്താണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ലോകത്തിൽ ഇതുപോലത്തെ ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ, ഒരു മല മുകളിൽ നിന്ന് വെട്ടി മുറിച്ച് മാറ്റിയ ശേഷം അതിൻ്റെ അകത്ത് ഒരു ക്ഷേത്രം പണിതത്. എല്ലോറ ഗുഹകളിൽ തന്നെ ഉള്ളതോ അല്ലെങ്കിൽ ലോകത്തിലെ മറ്റേത് ക്ഷേത്രം എടുത്താലും അതുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, കുറേ പാറകൾ കൂട്ടി യോജിപ്പിച്ച് അതിൻ്റെ അകത്തുനിന്ന് ചെത്തിയെടുത്ത് കളഞ്ഞൊരു രീതിയാണ് അവിടെ ഉപയോഗിച്ചത്. ഇതിനെ കട്ട് ഇൻ മോണോലിത്ത് എന്നാണ് പറയുന്നത്. കൈലാസ ക്ഷേത്രം മാത്രമാണ് കട്ട് ഔട്ട് മോണോലിത്ത് എന്ന മെത്തേഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരേ ഒരു ക്ഷേത്രം. എന്തുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിന് ഇത്ര പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊരു തൂണ് കാണാം, ഏകദേശം 100 അടിക്ക് മുകളിലാണ് അതിൻ്റെ ഉയരമുള്ളത്. നിങ്ങൾക്ക് ആ സൈഡിലുള്ള മനുഷ്യരെ നോക്കിയാൽ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ സൈസ് എന്തോരമുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. സാധാരണഗതിയിൽ തന്നെ ഇതുപോലത്തെ ഒരു തൂണുണ്ടാക്കാൻ വർഷങ്ങളെടുക്കും. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഇതുണ്ടാക്കിയത് ചുറ്റുമുള്ള പാറകൾ തുരന്നു മാറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, എന്തോരം പാറയാണ് ഈ ഒരു തൂണുണ്ടാക്കാൻ വേണ്ടി മാറ്റിയതെന്ന്. നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. സയൻറ്റിസ്റ്റുകളും പുരാവസ്തു ഗവേഷകരും ഇന്നും ഒരു ആശയക്കുഴപ്പത്തിലാണ്. കാരണം അവർ കണ്ടുപിടിച്ചത് ഏകദേശം 4 ലക്ഷം ടണ്ണോളം പാറ. ശ്രദ്ധിക്കുക, 4 ലക്ഷം ടണ്ണോളം പാറ നീക്കം ചെയ്യണമെന്നാണ് അവർ അവരുടെ ഗവേഷണത്തിൽ കണ്ടെത്തിയത്. ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ കുറച്ചൊന്നും വർഷം പോരാ, ഒരുപാട് പതിറ്റാണ്ടുകൾ എടുക്കും. പക്ഷേ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം നടന്നതായിട്ട് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. ആകെപ്പാട് രേഖപ്പെടുത്തിയിട്ടുള്ളത് 18 വർഷം മാത്രമാണ്. അതായത് ഇതുണ്ടാക്കാൻ എടുത്ത സമയം 18 വർഷമെന്നാണ് ഏകദേശമായിട്ട് ചരിത്രത്തിൽ നിന്ന് കിട്ടിയത്. നമുക്ക് റഫായിട്ട് ഒരു കണക്ക് കൂട്ടൽ നടത്തി നോക്കാം. ഞാനിവിടെ കരുതുവാണ്, 18 വർഷവും 365 ദിവസവും ഓരോ ദിവസവും 12 മണിക്കൂർ എല്ലാ ആൾക്കാരും ഒരിടത്തടവും ഇല്ലാതെ ജോലി ചെയ്യുകയാണ്. ഇതിൻ്റെ ഇടയിൽ വരുന്ന മഴക്കാലവും ആഘോഷമുള്ള ദിവസങ്ങളും യുദ്ധമുള്ള ദിവസങ്ങളും എല്ലാം നമുക്ക് മാറ്റാം. ഞാനിവിടെ കരുതുവാണ്, ഈ 12 മണിക്കൂറും മനുഷ്യർ റോബോട്ടുകളെ പോലെ വർക്ക് ചെയ്യുകയാണെന്ന്. കൂടാതെ സൂക്ഷ്മമായ കൊത്തുപണികൾ ചെയ്യാനെടുത്ത സമയവും എഞ്ചിനീയറിംഗ് പ്ലാൻ നടപ്പിലാക്കാനുള്ള സമയവും ഒക്കെ നമുക്ക് മാറ്റി നിർത്താം. നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ചുറ്റുമുള്ള പാറ നീക്കം ചെയ്യുന്നതിൽ മാത്രമാണ്. 18 വർഷം കൊണ്ട് 4 ലക്ഷം ടൺ പാറ നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ, ഓരോ വർഷവും നീക്കം ചെയ്യേണ്ടത് 22,222 ടൺ പാറയാണ്. അതായത് ഓരോ ദിവസവും 60 ടൺ പാറ. അപ്പോൾ ഓരോ മണിക്കൂറിലും നീക്കം ചെയ്യേണ്ടത് 5 ടൺ പാറയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നിഗൂഢത ഇരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും മോസ്റ്റ് മോഡേൺ മെഷീനറികൾ വെച്ച് പോലും ഒരു മലയിൽ നിന്ന് 5 ടൺ പാറ നമുക്ക് തുരന്നെടുക്കാൻ സാധിക്കത്തില്ല. അതും വെറുതെ തുരന്നെടുക്കുകയല്ലേ ഇവിടെ ചെയ്തത്, ചുറ്റുമുള്ള വസ്തുക്കളെല്ലാം അതേപടി നിലനിർത്തി വേണ്ട രീതിയിൽ തുരന്നെടുക്കുകയാണ് ഇവിടെ ചെയ്തത്. ഇങ്ങനെയൊന്നും മനുഷ്യനെ നിർമ്മിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവരുണ്ടാക്കിയത്? ഒരു പക്ഷേ എന്തെങ്കിലും ബാഹ്യശക്തികളുടെ സഹായത്തോടു കൂടിയാണോ ഈ ക്ഷേത്രം നിർമ്മിച്ചത്? ഇത്രയും വലിയൊരു ക്ഷേത്രം നിർമ്മിക്കുന്ന കാര്യം പോട്ടെ, കുറഞ്ഞ പക്ഷം മനുഷ്യർക്ക് ഇത് നശിപ്പിക്കാനെങ്കിലും സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. 1682 ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളും ഔറംഗസീബ് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ അദ്ദേഹം ഈ ഒരു ക്ഷേത്രവും നശിപ്പിക്കുന്നതിന് വേണ്ടി 1000 ജോലിക്കാരെ നിയമിച്ചു. ചരിത്രരേഖകൾ കാണിക്കുന്നത് ഈ 1000 പേർ കഠിനാധ്വാനം ചെയ്തിട്ടും വളരെ കുറച്ച് നാശനഷ്ടം മാത്രമാണ് ഈ ഒരു ക്ഷേത്രത്തിന് ഉണ്ടാക്കാൻ സാധിച്ചത്.
കുറച്ച് സ്തൂപങ്ങളുടെ മുഖമൊക്കെ നശിപ്പിക്കാൻ മാത്രമാണ് അവർക്ക് സാധിച്ചത്. അവർ മനസ്സിലാക്കി ഇതൊരിക്കലും മനുഷ്യന് നശിപ്പിക്കാൻ സാധിക്കത്തില്ലെന്ന്. ഔറംഗസേബ് ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. എല്ലോറ ഗുഹകളിൽ മറ്റൊരുപാട് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഇതിൽ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ടത് കൈലാസ ക്ഷേത്രമാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. മനുഷ്യർ കൊത്തുപണി ചെയ്ത് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ഒരുപാട് മുമ്പായിരുന്നു ഇത്. നമുക്ക് ഒരു കാര്യം ലോജിക്കലായിട്ട് ചിന്തിച്ചു നോക്കാം. ഈ ക്ഷേത്രം ഉണ്ടാക്കി കഴിഞ്ഞ് നിർമ്മിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഇതിലും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൊത്തുപണികളും എഞ്ചിനീയറിംഗ് രീതികളും ഒക്കെയാണ് കാണേണ്ടത്. കാരണം അവരുടെ കഴിവ് കൂടിയാണ് വരുന്നത്. പക്ഷേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ടാക്കിയ നിർമ്മിതികളിൽ പോലും ഇതിന് 4/1 കൊത്തുപണികളോ എഞ്ചിനീയറിംഗ് സ്കിൽസോ ഇതിൻ്റെ പ്ലാനോ ഒന്നും കണ്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതുണ്ടാക്കിയതിൽ എന്തോ ഒരു നിഗൂഢതയുണ്ടെന്ന്. 34 ക്ഷേത്രങ്ങളുള്ള എല്ലോറ ഗുഹകളിൽ ഈ കൈലാസ ക്ഷേത്രം മാത്രമാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. മുകളിൽ കൂടെ പോകുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് കാണാവുന്ന രീതിയിലാണ് ഇതിരിക്കുന്നത്. ഒരുപക്ഷെ മുകളിൽ നിന്ന് വീക്ഷിക്കുന്ന മറ്റൊരു ശക്തിക്ക് ഇത് തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിരിക്കുമോ? ഗൂഗിൾ മാപ്പിൽ പോലും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടൊരു എക്സ് മാർക്ക് നമുക്കിതിൻ്റെ മുകളിൽ കാണാൻ സാധിക്കും. 4 സിംഹങ്ങൾ ഒരു വട്ടത്തിലുള്ളൊരു രൂപത്തിൽ നിൽക്കുന്നതാണ് നമുക്ക് ഈ മുകളിൽ നോക്കിയാൽ ഒരു എക്സ് മാർക്കായിട്ട് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ മുകളിൽ കൂടി പോകുന്ന അന്യഗ്രഹ ജീവികൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിരിക്കുമോ ഇത്? എല്ലോറ ഗുഹകളിലുള്ള ബാക്കി ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൈലാസ ക്ഷേത്രത്തിന് പാലങ്ങളുണ്ട്, മഴവെള്ള സംഭരണികളുണ്ട്, ഡ്രൈനേജ് സിസ്റ്റമുണ്ട്, ഭൂമിക്കടിയിലൂടെയുള്ള രഹസ്യ വഴികളുണ്ട്, രഹസ്യമായിട്ട് നിരീക്ഷിക്കാനുള്ള വിടവുകളുണ്ട്, വിശാലമായ ബാൽക്കണികളുണ്ട്, പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റെയറുകളുമുണ്ട്. ഇതൊക്കെ പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ ഇതെല്ലാം തന്നെ ചുറ്റുമുള്ള പാറ തുറന്നെടുക്കുന്ന മുമ്പ് അവർ പ്ലാൻ ചെയ്തിരിക്കണം. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഈ സൈഡിൽ കാണുന്ന 2 കെട്ടിടങ്ങൾ നിർമ്മിച്ച ശേഷം മുകളിൽ കാണുന്ന പാലം നിർമ്മിക്കാൻ സാധിക്കത്തില്ല. കാരണം ചുറ്റുമുള്ള പാറയാണ് നമ്മൾ എടുത്തു കളയുന്നത്. പുറത്തുനിന്നുള്ള ഒരു പാറകളും ഇത് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം. ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ചുറ്റികയും ഉളിയും കോടാലിയും ബാക്കി ടൂൾസൊക്കെ വെച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന്? അപ്പോൾ നമുക്കൊരു കാര്യം തീർച്ചപ്പെടുത്താം, ഇത് നിർമ്മിക്കാൻ വേണ്ടി മനുഷ്യനെ മറ്റേതോ ഒരു ശക്തി സഹായിച്ചിട്ടുണ്ടെന്ന്. ഒരുപക്ഷെ ഭൂമിയിൽ ഉത്ഭവിച്ചതാകാം, അല്ലെങ്കിൽ മറ്റേതോ ലോകത്തിൽ ഉത്ഭവിച്ചതാകാം. എന്തായാലും ഇന്നും ശാസ്ത്രത്തിന് പിടിതരാത്തൊരു ഉത്തരമായി കൈലാസ ക്ഷേത്രം അവിടെ തന്നെയുണ്ട്.